സ്വർഗത്തിലൊരു അപ്പനുണ്ടെന്നും ആ അപ്പൻ എന്തുമാത്രം നമ്മളെ സ്നേഹിക്കാൻ പറ്റുമെന്നും നമ്മളോട് പറഞ്ഞു തന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ധൂർത്തുപുത്രന്റെ ഉപമ. ധൂർത്തുപുത്രന്റെ ഉപമയിൽ രണ്ട് മക്കളെ നമ്മൾ കാണും. ഒരാൾ സ്വത്ത് മുഴുവൻ ധൂർത്തടിച്ച് തിരിച്ചു വരുന്ന ഒരു മോനും, ഒരാള് വീട്ടില് അപ്പനോട് കൂടെ ഇരിക്കുന്ന ഒരു മോനും. എന്നാൽ അപ്പന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ധൂർത്തുപുത്രനാണ്. കാരണം അവൻ വഴി തെറ്റിപ്പോയെങ്കിലും അപ്പന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അപ്പനിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൻ്റെ ഒരു പ്രത്യേകത കണ്ട, അവൻ എന്തായിരുന്നു എന്നോ എന്ത് ചെയ്തു എന്നൊന്നും അപ്പന് വിഷയമല്ല. തിരിച്ചു വന്നു, അപ്പൻ മാറോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നുണ്ട്. ഈശോ അതുപോലെയാണ്. തെറ്റ് പറ്റിയോ വീണോ എന്നുള്ളതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. നമ്മുടെ പാസ്റ്റ് എങ്ങനെയായാലും പ്രശ്നമില്ല. പക്ഷെ തിരിച്ചു വന്നോ അവൻ നമ്മളെ പഴയതിനേക്കാളും കൂടുതലായിട്ട് സ്നേഹിക്കും. എന്നാൽ മൂത്ത പുത്രനുണ്ട്, അപ്പന്റെ കൂടെ ഉണ്ട്, അപ്പന്റെ കൂടെ ഉണ്ടുമുറങ്ങുകയും ജീവിക്കുന്നുണ്ട്. എന്നാൽ അപ്പന്റെ സ്നേഹം അവൻ അറിഞ്ഞില്ല. അതുകൊണ്ട് എന്തായി? അപ്പന്റെ സ്നേഹത്തിന് അവൻ വില കൽപ്പിക്കുന്നുണ്ട്. അവൻ അപ്പന്റെ സ്നേഹത്തിനെ ചോദ്യം ചെയ്യുന്നു. നമ്മൾ ധൂർത്തപുത്രനാണോ മൂത്തപുത്രനാണോ ആരായാലും അപ്പന്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റും. തിരിച്ചു വരണം.